നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. ഭീതിയിൽ പ്രദേശവാസികൾ. സംസ്ഥാനത്ത് വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. മെഡിക്കൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ എന്നിവയടക്കം അടഞ്ഞുകിടന്നു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ 3 ഫോറസ്റ്റ് വാച്ചർമാരുടെ സ്കൂട്ടറുകൾ കത്തിനശിച്ചു. പരുന്തുപാറ കുതിരവളവിലെ തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. മരൊട്ടിച്ചാലിൽ തേനീച്ചയുടെ കുത്തേറ്റ് 5 പേർക്ക് പരിക്ക്. റോഡ് വികസനത്തിനും പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി തൃക്കൂർ പഞ്ചായത്തിന്റെ ബജറ്റ്. ലൈഫ് പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി 3 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കൊടകര പഞ്ചായത്തും ബജറ്റ് അവതരിപ്പിച്ചു. ഉറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും അളകപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വാർഷികങ്ങൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. ഭീതിയിൽ പ്രദേശവാസികൾ. റോഡരികിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത്. ഇവിടെയുള്ള പറമ്പിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. വനപാലകരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പുലിയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പരന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. പുലർച്ചെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഭയാശങ്കയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് സമീപം പുലിയെ കണ്ടതായി വീട്ടമ്മയായ സുലേഖ പറഞ്ഞു. പുലിയെ വീടിന്റെ പരിസരത്ത് കണ്ടതായി മറ്റു ചില വീട്ടമ്മമാരും പറയുന്നു. പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ഭാരവാഹിയായ ജോബിൽ വടാശ്ശേരി ആവശ്യപ്പെട്ടു. അതേസമയം വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് കടുവയെ കണ്ടതായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പരക്കുന്നുണ്ട്. ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് വനപാലകർ പറയുന്നത്. 6:15 ഇപ്പോഴാണ് ഇത് വന്നേ. ഞാൻ ഇവിടെ കോഴികൾ പറക്കണ കണ്ടപ്പോൾ നോക്കിയപ്പോൾ പുലിയാണ് പോണത് കണ്ടത്. അത് ഈ മതിൽ ചാടി കടന്നു പോയത്. അല്ലാണ്ട് പിന്നെ ഇന്നലെ 6:15 വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വെള്ളിക്കുളങ്ങര പരിസരത്ത് 3-4 ദിവസങ്ങളിലായിട്ട് പുലിയെ പല സ്ഥലത്തുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞളി സിസ്ലി എന്ന് പറഞ്ഞ ആൾ ഇന്നലെ വൈകിട്ട് കണ്ടിരുന്നു. അതിൻ്റെ തലേദിവസം വൈകുന്നേരം തൊട്ടപ്പുറത്ത് ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചി കണ്ടിരുന്നു, നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടു വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഫോറസ്റ്റുകാർ മിനിയാന്ന്. സംസ്ഥാനത്ത് വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് കടയടപ്പ് സമരം സംഘടിപ്പിച്ചത്. മെഡിക്കൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ എന്നിവയടക്കം അടഞ്ഞുകിടന്നു. കടയടപ്പ് സമരവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിമത വിഭാഗം സഹകരിച്ചിരുന്നില്ല. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ 3 ഫോറസ്റ്റ് വാച്ചർമാരുടെ സ്കൂട്ടറുകൾ കത്തിനശിച്ചു. പരുന്തുപാറ കുതിരവളവിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു തീപിടുത്തമുണ്ടായത്. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ നിഖിൽ, താൽക്കാലിക വാച്ചർമാരായ KA ഷൈജു, VU ജയൻ എന്നിവരുടെ വാഹനങ്ങളാണ് കത്തി നശിച്ചത്. കാട്ടാന ശല്യത്തെ തുടർന്ന് സ്ഥലത്തെത്തിയതായിരുന്നു ഫോറസ്റ്റ് വാച്ചർമാർ. കുതിരവളവിലെ തോട്ടത്തിന് സമീപമായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ കെടുത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ 3 പേര് കൂടി ആന സ്റ്റെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ആനനെ ഓടിക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഈ ഭാഗത്ത് വെച്ചിട്ട് കുതിരവളവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആനനെ ഓടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് താഴെ പോയി തിരിച്ച് വരും വഴിക്ക് ആണ് ഇങ്ങനെ വണ്ടി 3 ഇതായിട്ടിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും വന്നിട്ട് ആണിത് തീ കെടുത്തിയതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്ങനെയായിരിക്കും ഇത് സംഭവം എന്ന് നമുക്കറിയില്ല.
കൃത്യമായിട്ടൊരു നിഗമനമില്ല. മരോട്ടിച്ചാലിൽ തേനീച്ചയുടെ കുത്തേറ്റ് 5 പേർക്ക് പരിക്ക്. ആശാരിക്കുടിയിൽ ജോർജ് കുട്ടി, മാളിയക്കൽ വീട്ടിൽ ഷാജു, വടക്കാഞ്ചേരി വീട്ടിൽ സാജൻ, നെടിയാനിക്കുടിയിൽ വിൽസൺ എന്നിവർക്കും ഒരു വഴിയാത്രക്കാരനുമാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ജോർജ് കുട്ടിയുടെ പറമ്പിലെ മരത്തിലായിരുന്നു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നത്. ജോർജ് കുട്ടിയെയും പറമ്പിൽ പണിക്ക് വന്ന ഷാജുവിനെയും തേനീച്ചകൾ ആക്രമിക്കുകയായിരുന്നു. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എത്തിയവർക്കും വഴിയാത്രക്കാർക്കും തേനീച്ചയുടെ കുത്തേറ്റു. റോഡ് വികസനത്തിനും പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അവതരിപ്പിച്ചു. 2,08,00,000 രൂപയും 1,93,00,000 രൂപയുമാണ് 2 മേഖലകൾക്കുമായി നീക്കിവച്ചിരിക്കുന്നത്. കൃഷിക്കും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുമായി 1,05,00,000 രൂപയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആകെ 22,21,40,657 രൂപ വരവും 22,30,549 രൂപ ചെലവും 21,10,108 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി 3 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഫ്ളാറ്റ് നിർമ്മാണത്തിന് 70,25,600 രൂപയും മാലിന്യ സംസ്കരണത്തിന് 4.38 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 69,30,000 രൂപയും വകയിരുത്തിയാണ് കൊടകര പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് KG രജീഷ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. ജില്ലാ സംസ്ഥാന വിഹിതത്തിലൂടെയും വായ്പ ഉൾപ്പെടെയുള്ള ഇതര സ്രോതസ്സുകൾ വഴിയും കുറവുള്ള ഫണ്ട് സമാഹരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് ശ്രീഭൂതബലി ശീവേലി എഴുന്നള്ളിപ്പ്, 10:30-ന് പ്രസാദൂട്ട്, ഉച്ചതിരിഞ്ഞ് 3:30-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ച ശിവേലി, വൈകിട്ട് 6-ന് നന്ദിക്കര മുല്ലക്കൽ പറയന്റെ പന്തൽ വരവ് എന്നിവയുണ്ടാകും. പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും പ്രാമാണികത്വം വഹിക്കും. വൈകിട്ട് 7-ന് കൊടകര ഉണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, രാത്രി 9-ന് ബാലെ, രാത്രി 12:30-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജയൻ കൈതവളപ്പിൽ, S മോഹനൻ, KS നന്ദകുമാർ, ബിജു കിഴക്കൂടൻ എന്നിവർ പങ്കെടുത്തു. മാലിക്കാവ് അമ്പലത്തിൻ്റെ കുംഭഭരണി മഹോത്സവമാണ്, വേലമഹോത്സവമാണ്. ഇപ്പോൾ നാളെ 15-ാം തീയതി, 14, 15, 16 തീയതികളിൽ 3 ദിവസം നടക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 15-ാം തീയതിയാണ് കുംഭഭരണി, അതുപോലെ തന്നെ ഭരണി 18 കാവിൽ അതിപ്രശസ്തമായ കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി വ്യാഴാഴ്ച അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വന്ന് ഇത് കാണുവാനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഒരുവിധം 90% ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, നമുക്ക് പാർക്കിങ്ങിന് അവിടെ ഒരു അസൗകര്യക്കുറവുണ്ടായതുകൊണ്ട് നമ്മളത് പുതുക്കാട് പള്ളിയിലെ വികാരിയുമായി സംസാരിച്ചു. കുംഭകർണിരാഘോഷത്തിന് വേണ്ടിയിട്ട് നാടും എല്ലാതും ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും കുംഭകർണിക്ക് വേണ്ടി സ്വാഗതം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊല്ലം പുതിയതായിട്ട് തലേദിവസത്തെ പരിപാടി എല്ലാവരും കാണാനെത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പാർക്കിംഗ്. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷനായി. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനു, ഗായകൻ ശ്രീകുമാർ നന്ദിക്കര എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. SSLC എൻഡോമെന്റ് വിതരണം ഫാദർ ജോയ് പേരേപ്പാടനും സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം KV സുഭാഷ്, പ്രധാനാധ്യാപിക KS ഉദയ, പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ N മേനോൻ, PTA പ്രസിഡന്റ് VK സുമേഷ്, PTA വൈസ് പ്രസിഡന്റ് CK ബിനേഷ്, MPTA പ്രസിഡന്റ് സ്വാതി നമ്പൂതിരിപ്പാട്, പറപ്പൂക്കര AUPS പ്രധാനാധ്യാപിക P സ്വപ്ന, HS സ്റ്റാഫ് സെക്രട്ടറി KD ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പറപ്പൂക്കരയിലെ പരിസര പ്രദേശങ്ങളിലെ
ആയിരക്കണക്കിന് പേർക്ക് അക്ഷരത്തിൻ്റെ ജ്ഞാനം വേറെ എത്തിച്ചു കൊടുത്ത പൊതുജന വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാലയം ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 72ാം വാർഷികം സമുചിതമായിക്കൊണ്ട് നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രഥമമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് PVS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത് നമുക്കെല്ലാം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. 2023 നല്ലൊരു വർഷമായിരുന്നു എല്ലാവർക്കും. അതേപോലെ തന്നെ 2024 നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്ച്വലി കരിങ്കാളി എന്ന് പറയുന്ന ആൽബമാണ്, ആ സ്നേഹമാണ് ഇന്ന് എന്നോട് എത്തിച്ചത്. 4 കോടി വ്യൂസാണ് ഇന്ന് കരിങ്കാളി ആൽബത്തിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ്. നമ്മുടെ സ്കൂളിൻ്റെ 73ാം പിറന്നാളാണ് ഇന്ന്. ആ പിറന്നാൾ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സോജൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ സമ്മാനദാനം നിർവഹിച്ചു. കാഴ്ച പരിമിതർക്കുള്ള ലോക ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സാന്ദ്ര ഡേവിസിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് PX റോയ് തോമസ്, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, OSA പ്രസിഡന്റ് ഡേവിസ് വറീദ്, PTA വൈസ് പ്രസിഡന്റ് NS ശാലിനി, വിരമിക്കുന്ന അധ്യാപിക M ലളിതാംബിക, MPTA പ്രസിഡന്റ് ലൂസി സാമുവേൽ, LP സ്കൂൾ പ്രധാനാധ്യാപിക PA മിനിമോൾ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരീശൻ, CA റെക്സ്, ICDS സൂപ്പർവൈസർ OV വിനീത എന്നിവർ പ്രസംഗിച്ചു. കിലയിലെ ഉദ്യോഗസ്ഥരായ റെനിൽ, സില്ല എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ 3 ദിവസത്തെ തൊഴിൽ പരിശീലനം നടക്കുന്നത്. ചെമ്പുച്ചിറ ശിവക്ഷേത്രത്തിൽ പൂരം കാവടി ഉത്സവത്തിന് കൊടിയേറി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ഈ മാസം 19-നാണ് പൂരം കാവടി ഉത്സവം നടക്കുക. രാപ്പോൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ബുധനാഴ്ച രാത്രി 8-ന് കൊടിയേറും. അന്നേ ദിവസം രാവിലെ സഹസ്ര കലശവും വ്യാഴാഴ്ച കൊടിപ്പുറത്ത് വിളക്കും നടക്കും. 20-ന് പള്ളിവേട്ട ദിനത്തിൽ പെരുവനം പ്രകാശന്മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാരുടെ പാണ്ടിമേളം അരങ്ങേറും. 21-ന് രാവിലെ ആറാട്ടിന് ശേഷം പ്രസാദ ഊട്ടോടുകൂടി തിരുവുത്സവം സമാപിക്കും. തിരുനെൽവേലിയിൽ നടന്ന ദേശീയ വെറ്ററൻസ് മീറ്റിൽ തിളങ്ങി കല്ലൂർ സ്വദേശിനി PA മല്ലിക. ജാവലിൻ, ഷോട്ട് പുട്ട് എന്നിവയിൽ സ്വർണ്ണ മെഡലും ഡിസ്കസ്, ഹാർമർ ത്രോ എന്നീ ഇനങ്ങളിൽ വെള്ളി മെഡലുമാണ് നേടിയത്. 2023-ൽ ഇരിങ്ങാലക്കുടയിൽ നടന്ന തൃശൂർ ജില്ലാ വെറ്ററൻസ് അത്ലറ്റ് മീറ്റിൽ ജാവലിൻ, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ എന്നീ ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. അതേ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാനതല വെറ്ററൻസ് മീറ്റിൽ ജാവലിൻ, ഷോട്ട് പുട്ട്, ഡിസ്കസ്, ഹാമർ ത്രോ എന്നീ ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടി ദേശീയ വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്നും വിരമിച്ചയാളാണ് PA മല്ലിക. 12 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2-ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 4 വരെ അഭിമുഖം നടക്കും. BCom, BTech, റേഡിയോളജി, ഫാർമസി, ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, ഡയാലിസിസ്, CSSD, MLT എന്നിവയിൽ ഡിഗ്രി, ഡിപ്ലോമ, ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ +2 ഡിപ്ലോമ, SSLC യോഗ്യതയോ ഉള്ളവർക്ക് പങ്കെടുക്കാം.
ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487233372. വാട്സാപ്പ് നമ്പർ 9446228282. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സ ഹോമിയോപ്പതി വകുപ്പുകളിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. തെറാപ്പിസ്റ്റ്, GNM നഴ്സ്, അറ്റൻഡർ, യോഗ ഡെമോൺസ്ട്രേറ്റർ, കുക്ക് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ. വിശദവിവരങ്ങളും അപേക്ഷയുടെ മാതൃകയും http://nam.kerala.gov.in ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048729391990. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ പരിശീലനം നടത്തുന്നു. പരിശീലനത്തിന് ശേഷം കർഷകർക്ക് അനുബന്ധ ഉപകരണങ്ങൾ 50% സബ്സിഡിയോടെ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487233869. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,080 രൂപ. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടം അരണയ്ക്കൽ ഗോപി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രേമയാണ് ഭാര്യ. മക്കൾ ഗീതു, നീതു. നെടുമ്പാൾ കരിമ്പനയ്ക്കൽ നാരായണൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സീതയാണ് ഭാര്യ. രമേഷ്, രതീഷ് എന്നിവർ മക്കളും. വിദ്യ, മഞ്ജു എന്നിവർ മരുമക്കളുമാണ്. ആമ്പല്ലൂർ മേലുവീട്ടിൽ ഗോപാലകൃഷ്ണന്റെ ഭാര്യ ശാരദ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വടൂക്കര SNDP ശ്മശാനത്തിൽ. പ്രശാന്ത്, രേഖ എന്നിവർ മക്കളും. രമ്യ, ഡോക്ടർ സുരേഷ് കുമാർ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചിറ്റിലപ്പള്ളി കോക്കാടൻ അന്തോണി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. റോസിയാണ് ഭാര്യ. ലിൻസി, സിസ്റ്റർ ഷിൻസി, ലിൻസൺ, ബെറ്റി എന്നിവർ മക്കളും. ജോസ്, ക്ലാൻസി, ലിൻറ്റോ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി ചിരിയങ്കണ്ടത്ത് വാറു ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വരന്തരപ്പള്ളി വിമല ഹൃദയനാഥ പള്ളിയിൽ. ആൻഡോ, ലിസി, റാഫി, ഡേവിസ് എന്നിവർ മക്കളും. പ്രിൻസി, ജോസ്, ജീന, ഷിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. ഭീതിയിൽ പ്രദേശവാസികൾ. സംസ്ഥാനത്ത് വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. മെഡിക്കൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ എന്നിവയടക്കം അടഞ്ഞുകിടന്നു. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ 3 ഫോറസ്റ്റ് വാച്ചർമാരുടെ സ്കൂട്ടറുകൾ കത്തിനശിച്ചു. പരുന്തുപാറ കുതിരവളവിലെ തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. മരൊട്ടിച്ചാലിൽ തേനീച്ചയുടെ കുത്തേറ്റ് 5 പേർക്ക് പരിക്ക്. റോഡ് വികസനത്തിനും പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി തൃക്കൂർ പഞ്ചായത്തിന്റെ ബജറ്റ്. ലൈഫ് പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി 3 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് കൊടകര പഞ്ചായത്തും ബജറ്റ് അവതരിപ്പിച്ചു. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വാർഷികങ്ങൾ ആഘോഷിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.